ജോലിക്കൊന്നും പോകാതെ ലോഡ്ജിൽ മുറിയെടുത്ത് ദിവസങ്ങളോളം താമസിക്കുന്ന സ്ത്രീ. പക്ഷേ ഇവരിൽ എന്തൊക്കെയോ സംശയങ്ങൾ ആ ലോഡ്ജിലെ ജീവനക്കാർക്ക് തോന്നുകയാണ്. അങ്ങനെ ഇവരില്ലാത്ത സമയത്ത് ആ ജീവനക്കാരെല്ലാവരും കൂടിയിട്ട് സ്പെയർ കീ ഉപയോഗിച്ചിട്ട് ഇവരുടെ റൂം തുറന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജീവനക്കാരെല്ലാവരും കൂടെ റൂം തുറന്ന് അകത്ത് കയറിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ അവർ ഒരൊറ്റ ഓട്ടമായിരുന്നു ആൾക്കാർ നിലവിളിച്ചുകൊണ്ട്. എന്താണ് അവിടെ കണ്ട കാഴ്ച? എന്താണ് ആ സ്ത്രീ അവിടെ ചെയ്തിരുന്നത്? നമുക്ക് ആ സംഭവത്തിലോട്ടൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കർണാടകയിലെ ചിക്കമംഗളൂരിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അഞ്ജന വസിഷ്ഠ എന്ന 22 വയസ്സുകാരി MSc കോഴ്സ് പഠിക്കാനായിട്ട് ഈ ഒരു ചിക്കമംഗളൂരിൽ വന്നിട്ട് അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയാണ്. അഞ്ജനയുടെ കുടുംബമാണെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. അഞ്ജനയുടെ അച്ഛൻ്റെ പേര് മഞ്ജുനാഥ് എന്നാണ്. പഠനത്തോടൊപ്പം അഞ്ജനയ്ക്ക് ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടുകയാണ്. പക്ഷെ അഞ്ജന ജോലിയൊക്കെ കളഞ്ഞിട്ട് കൂടുതലും പഠിത്തത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് അഞ്ജന സന്ദീപിനെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നത്. ഇവർ തമ്മിൽ പിന്നീട് അത് പ്രണയത്തിലോട്ട് പോവുകയാണ്. നമ്പരൊക്കെ പരസ്പരം കൈമാറി വിളിയും പിന്നീടുള്ള കറക്കങ്ങളും ഒക്കെ നടക്കുകയാണ്. ഈ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ഇവർ അവിടെ ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ച് തുടർന്ന് ഭാര്യയും ഭർത്താവിനെയും പോലെ ജീവിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ മകൾക്കുള്ള പഠനത്തിനും ചെലവിനും ഒക്കെയുള്ള കാശ് കറക്റ്റായിട്ട് മഞ്ജുനാഥ് അയച്ചു കൊടുത്തിരുന്നു. മകളാണെങ്കിലോ ഇവിടെ ഒരു കുടുംബം തന്നെ നടത്തുകയാണെന്ന് ആ പാവം മാതാപിതാക്കൾ അറിയുന്നതേയില്ല. ഈ ഒരു ബന്ധം ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ലായിരുന്നു. അത്രയ്ക്കും രഹസ്യമായിട്ടാണ് ഇവരിത് മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ അഞ്ജനയുടെ എക്സാമൊക്കെ കഴിഞ്ഞ പാടെ അഞ്ജനയ്ക്ക് ഒരു ജോലിയും ലഭിച്ചു. എന്നാൽ അഞ്ജന ഈ ജോലി വേണ്ട എന്ന് വയ്ക്കുകയാണ്. വീട്ടിൽ അഞ്ജന പറയുന്നത് ഇനിയും തനിക്ക് പഠിക്കണം, ബാങ്ക് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതിന് തനിക്ക് വീണ്ടും മാംഗ്ലൂർ തന്നെ നിൽക്കേണ്ടതുണ്ട് എന്ന് കള്ളം പറയുകയാണ്. ഇതേ സമയം സന്ദീപ് പോലീസിലെ SI ജോലിക്ക് ശ്രമിക്കുകയാണ്. സന്ദീപും അഞ്ജനയും കൂടിയിട്ട് ഈ മാംഗ്ലൂരിൽ തന്നെ വേറൊരു ലോഡ്ജിൽ റൂം എടുക്കുകയാണ്. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇവർ റൂം എടുക്കുന്നത്. പക്ഷെ സന്ദീപ് വല്ലപ്പോഴും മാത്രമാണ് അഞ്ജനയെ കാണാനായിട്ട് ഈ ലോഡ്ജിൽ എത്തുന്നത്. അങ്ങനെ ഇരിക്കെ അഞ്ജനയുടെ അച്ഛൻ വിളിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ്. നിനക്ക് ഞാൻ ഇവിടെ നല്ല ഒരു പ്രപ്പോസൽ നോക്കി വെച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നീ നാട്ടിലോട്ട് വരണമെന്ന്. അഞ്ജന നാട്ടിലേക്ക് അച്ഛനെ കാണാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് സന്ദീപിൻ്റെ അടുത്ത് യാത്രയും പറഞ്ഞ് പുറപ്പെടുകയാണ്. വീട്ടിൽ ചെന്നപ്പോൾ അഞ്ജനയോട് മഞ്ജുനാഥ് വന്ന പ്രപ്പോസലിനെ പറ്റിയൊക്കെ പറയുകയാണ്. നല്ല പഠിത്തം, നല്ല കുടുംബം, നല്ല പണവും ഒക്കെയുള്ള ജോലിയും ഒക്കെയുള്ള നല്ലൊരു പയ്യനാണ് വന്നിരിക്കുന്നത് എന്ന്. ഈ ഒരു പ്രപ്പോസലിനെ പറ്റി പറഞ്ഞപ്പോൾ അഞ്ജന യാതൊരു എതിർപ്പും ഇതിൽ കാണിക്കുന്നില്ല. അങ്ങനെ അഞ്ജന അതിനുശേഷം സന്ദീപിനെ വിളിച്ചിട്ട് പറയുകയാണ് അച്ഛൻ മറ്റൊരു കല്യാണം നോക്കുകയാണ് എന്ന്. ഇത് കേട്ട സന്ദീപിന് അഞ്ജന ഇത് തന്നിൽ നിന്ന് ഒളിച്ചു വച്ചിട്ടാണ് നാട്ടിലേക്ക് പുറപ്പെട്ടതെന്ന് മനസ്സിലാവുകയാണ്. ഉടൻ തന്നെ സന്ദീപ് ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് നീ ഇവിടെ തിരിച്ചെത്തണമെന്നാണ്. ഇത് കേട്ട അഞ്ജന അത്യാവശ്യമായിട്ട് പഠിത്തത്തിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പറുകളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് രാത്രിത്തെ വണ്ടിക്ക് തന്നെ ഞാൻ പോവുകയാണ് എന്ന് മാതാപിതാക്കളോട് കള്ളം പറഞ്ഞു. ശേഷം രാത്രിത്തെ വണ്ടിക്ക് തന്നെ അഞ്ജന അവിടെ നിന്നും പുറപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ലോഡ്ജിൽ തിരിച്ചെത്തിയ ശേഷം അഞ്ജന വീട്ടിൽ വിളിച്ച് അച്ഛനോട് ഞാൻ സേഫായി എത്തിയെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതേ സമയം സന്ദീപ് അഞ്ജനയെ ഫോൺ വിളിക്കുകയാണ്. അഞ്ജന തിരിച്ചെത്തിയതറിഞ്ഞിട്ട് സന്ദീപ് പറയുകയാണ് ഞാൻ അങ്ങോട്ട് വരുന്നുവെന്ന്. ഈ സമയത്ത് അഞ്ജന കഴിക്കാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി. തിരിച്ച് ഉടനെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ട് തിരിച്ച് റൂമിലേക്ക് എത്തുകയും ചെയ്തു. അതിനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സന്ദീപ് റൂമിലെത്തുകയാണ്. തുടർന്ന് അഞ്ജനയും സന്ദീപും തമ്മിൽ നാട്ടിൽ പോയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അഞ്ജന തീർത്തും പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് എനിക്ക് അനുസരിക്കാൻ പറ്റൂ, ഞാൻ അവരെ ഒരിക്കലും ധിക്കരിക്കില്ല, അവരെതിർത്തൊന്നും ചെയ്യുകയുമില്ല എന്ന്. ഇത് കേട്ടതും സന്ദീപിന് ആകെ കലി കയറുകയാണ്. നല്ല പണവും ആസ്തിയൊക്കെ ഉള്ള ആളെ കണ്ടപ്പോഴത്തേക്കും തൻ്റെ ജീവിതം ഇവൾ കശക്ക് എറിഞ്ഞല്ലോ എന്ന ചിന്ത അയാളിലോട്ട് വരികയാണ്.
പിന്നീട് അഞ്ജനയും സന്ദീപും തമ്മിൽ നല്ല വഴക്കുണ്ടാവുകയും സന്ദീപ് അഞ്ജനയെ ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും അയാൾക്ക് കലി അടങ്ങിയില്ല. അയാൾ അഞ്ജനയെ കട്ടിലിലേക്ക് തള്ളിയിട്ടിട്ട് കട്ടിലിൻ്റെ കമ്പികൾക്കിടയിലൂടെ തല അപ്പുറത്തേക്ക് വലിച്ചു വച്ച് അഞ്ജനയുടെ കഴുത്തിൽ കേബിളിൻ്റെ വയറ് മുറുക്കി അയാൾ കൊലപ്പെടുത്തി. അഞ്ജന മരിച്ചെന്ന് ഉറപ്പായ ശേഷം അവളുടെ കഴുത്തിൽ കിടന്ന മാലയും ബാഗിലുണ്ടായിരുന്ന 2 ATM കാർഡും കൈവശപ്പെടുത്തി സന്ദീപ് റൂം വെളിയിൽ നിന്നും പൂട്ടി കടന്നു കളയുകയും ചെയ്തു. ഇതേ സമയം അഞ്ജന പുറത്ത് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയ സമയത്ത് ലോഡ്ജിലെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന ദേവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇവർ തിരിച്ച് അഞ്ജനയുടെ റൂം ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും അവിടെ റൂം പൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത്ര പെട്ടെന്ന് ഇവരെങ്ങോട്ട് പോയി എന്ന് ഇവർക്ക് സംശയം തോന്നുകയാണ്. ശേഷം വൈകുന്നേരത്തേക്ക് വൃത്തിയാക്കാമെന്ന് കരുതി ഇവർ വൈകുന്നേരം എത്തുമ്പോഴും ആ റൂം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിലെന്തോ സംശയം തോന്നിയ ദേവി മറ്റുള്ള ജീവനക്കാരോടൊക്കെ പറയുകയാണ്. മൊത്തത്തിൽ അവിടുത്തെ ജീവനക്കാർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ മാസങ്ങളോളം ഈ ലോഡ്ജിൽ ഇവർ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇടയ്ക്ക് വരുന്നു പോകുന്നു, അങ്ങനെ ഇവരിൽ നല്ല സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവനക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവർ പുറത്തു പോയിരിക്കുകയല്ലേ എന്ന് കരുതി സ്പെയർ കീ ഉപയോഗിച്ചിട്ട് ഈ റൂമിൻ്റെ വാതിൽ തുറക്കുകയാണ്. തുറന്നപ്പോൾ അവരവിടെ കണ്ട കാഴ്ച, കാലിൽ ചെരുപ്പ് ഇട്ട് കട്ടിലിൻ്റെ കമ്പിയുടെ ഇടയിൽ തല വലിച്ചു കയറ്റി അതിലൊരു കേബിളിൻ്റെ വയറ് കൊണ്ട് മുറുക്കിയ നിലയിൽ അഞ്ജന കിടക്കുന്നതാണ്. പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്തെത്തി. പോലീസ് റൂം പരിശോധിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അഞ്ജനയുടെ ബാഗിൽ നിന്നും അവളുടെ ആധാർ കാർഡ് കിട്ടുന്നത്. ആധാർ കാർഡ് വഴിയൊക്കെ പിന്നെ വീട്ടിലെ നമ്പർ തപ്പിയെടുത്ത് പോലീസ് വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അഞ്ജനയുടെ അമ്മയോടാണ് പോലീസ്. ബാംഗ്ലൂരിൽ തിരിച്ച് എത്തി എന്ന് പറഞ്ഞിട്ടാണ് അഞ്ജന അവസാനമായിട്ട് അച്ഛനെ വിളിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വിളിച്ചപ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ടുള്ള പരിഭ്രമത്തിൽ അച്ഛൻ അങ്ങോട്ടേക്ക് അന്വേഷിച്ച് വന്നിട്ടുണ്ടെന്നാണ്. അവിടെ എത്തിയ മഞ്ജുനാഥ് നേരെ ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ മകൾക്ക് എന്തോ അപായം സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം പോലീസ് മഞ്ജുനാഥനോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. കൂടാതെ അഞ്ജനയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അഞ്ജന മരിച്ച അതേ ദിവസം അവളുടെ ഫോണിൽ നിന്നും ATM ഉപയോഗിച്ചിട്ട് 10,000 രൂപ വിഡ്രോ ചെയ്തിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ ആ ഫോണിൽ വന്നിട്ടുള്ള കോളുകളും മെസ്സേജസും എല്ലാം സന്ദീപുമായിട്ടാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ ലോഡ്ജിലെ രജിസ്റ്റർ ബുക്കിൽ ഈ റൂം എടുത്തിരിക്കുന്നത് സന്ദീപിൻ്റെയും കൂടെ പേരിലാണെന്നും പോലീസ് കണ്ടെത്തി. പിന്നീട് സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോഡ്ജിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ജീവനക്കാരെല്ലാവരും സന്ദീപിനെ തിരിച്ചറിയുകയാണ് ചെയ്തത്. പഠിക്കാനെന്നും പറഞ്ഞിട്ട് മാതാപിതാക്കളെ പറ്റിച്ച് ചെയ്തു കൂട്ടിയതിന് വളരെ ദാരുണമായൊരു അന്ത്യമാണ് അഞ്ജന വസിഷ്ഠയ്ക്ക് കിട്ടിയത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറീസുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.